നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയത്ത് യുവാവിനെ കൊന്ന് കഷണങ്ങളാക്കി ഉപേക്ഷിച്ച കേസ് പ്രതികളായ ദമ്പതിമാർക്ക് ജീവപര്യന്തവും 5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജെ നാസർ. പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് പുതിയ KSRTC ബസ് സർവീസ് തുടങ്ങി. വൈകിട്ട് 5:15 ആരംഭിച്ച് രാത്രി 10:55 പാലക്കാട് എത്തും. ഡോക്ടർ എൻ ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേശീയ സമ്പാദ്യ പദ്ധതി നിക്ഷേപം സമ്പദ്ഘടനയുടെ ഷോക്ക് അബ്സോർബർ എന്ന് മന്ത്രി VN വാസവൻ. ദേശീയ സമ്പാദ്യ വകുപ്പിന്റെ ജില്ലാ സംഗമം കോട്ടയത്ത്. ചാമമ്പതാലിന്റെ ദേശദേവന് ഉത്രം പ്രതിഷ്ഠാ മഹോത്സവം. അഷ്ടബന്ധ സ്ഥാപനവും കലശാഭിഷേകവും ഭക്തിസാന്ദ്രം. അയ്യപ്പന്റെ അനുഗ്രഹം തേടി ഭക്തർ. വാർത്തകൾ വിശദമായി. കോട്ടയം മാങ്ങാനത്ത് ഭാര്യയുടെ മുൻ കാമുകനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച സംഭവത്തിൽ പ്രതികളായ ദമ്പതിമാർക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ വീതം പിഴയും. കോട്ടയം മുട്ടമ്പലം സ്വദേശി വിനോദ് കുമാർ, ഭാര്യ കുഞ്ഞുമോൾ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജി ജെ നാസറാണ് ശിക്ഷ വിധിച്ചത്. സുഹൃത്തിനെ കൊലപ്പെടുത്തി കഷണങ്ങളാക്കി ശരീരഭാഗങ്ങൾ തോട്ടിലുപേക്ഷിച്ച കേസിൽ ദമ്പതികളായ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോട്ടയം പയ്യപ്പാടി മലക്കുന്നം സ്വദേശി സന്തോഷ് ഫിലിപ്പിനെ കൊലപ്പെടുത്തിയ കേസിലാണ് ദമ്പതികളായ കോട്ടയം മുട്ടമ്പലം സ്വദേശി കമ്മൽ വിനോദ് എന്ന് വിളിക്കുന്ന AR വിനോദ് കുമാർ, ഭാര്യ കുഞ്ഞുമോൾ എന്നിവരെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി 2 ജഡ്ജി ജെ നാസർ ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി വിനോദിന് IPC 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും 5 ലക്ഷം രൂപയും IPC 201 വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിച്ചതിന് 5 വർഷവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആദ്യ 5 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷമാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ഒന്നാം പ്രതി അനുഭവിക്കേണ്ടത്. രണ്ടാം പ്രതിയായ കുഞ്ഞുമോൾക്കും 5 ലക്ഷം രൂപയും ജീവപര്യന്തവും തടവും തെളിവ് നശിപ്പിച്ചതിന് 2 വർഷം തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. രണ്ടാം പ്രതി ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. പിഴത്തുകയായ 10,50,000 രൂപ കൊല്ലപ്പെട്ട സന്തോഷിന്റെ പിതാവിന് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ ഒന്നാം പ്രതി 2 വർഷവും രണ്ടാം പ്രതി കുഞ്ഞുമോൾ 6 മാസവും ശിക്ഷ അധികം അനുഭവിക്കണം. ആദ്യത്തെ തെളിവ് നശിപ്പിച്ചതിന് ഒന്നാം പ്രതിക്ക് തെളിവ് നശിപ്പിക്കൽ പ്രകാരമുള്ള 5 വർഷമുണ്ട്. ആ 5 വർഷത്തിന് ശേഷമേ ഉള്ളൂ ജീവപര്യന്തം സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒന്നാം പ്രതിക്ക്. രണ്ടാം പ്രതി ഒന്നിച്ച് പിഴശിക്ഷ അച്ഛന് കൊടുക്കാൻ പറ്റും. അപ്പോൾ 5 5 10 10,50,000 രൂപ മരിച്ചുപോയ ആളുടെ അച്ഛൻ പിതാവിന് നൽകണം. പിഴ അടച്ചില്ലെങ്കിൽ 6 മാസം. 2017 ഓഗസ്റ്റ് 23 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഭാര്യയുമായി സന്തോഷിന് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നായിരുന്നു വിനോദ് കൊലപാതകം നടത്തിയത്. 4 ദിവസം കഴിഞ്ഞ് ആഗസ്റ്റ് 27 മാങ്ങാനം മന്ദിരം കലുങ്കിന് സമീപത്ത് നിന്ന് തലയില്ലാത്ത ശരീരഭാഗം 2 ചാക്കുകളിലായി കണ്ടെത്തി. അന്നത്തെ കോട്ടയം ഈസ്റ്റ് സ്റ്റേഷൻ SHO ആയിരുന്ന സാജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത്. ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലായിരുന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മരണപ്പെട്ട് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞ് 3-4 ദിവസം ശേഷമാണ് ഈ ബോഡി ഒരു പ്യൂട്രിഫൈഡ് അവസ്ഥയിലാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ തലയില്ലാത്തൊരു ശരീരഭാഗമായിരുന്നു. അപ്പോൾ മരിച്ചത് ആരാണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്, തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ ഏറ്റവും വലിയ കടമയായിട്ടുണ്ടായത്. അത് സക്സസ്ഫുൾ ആയതുകൂടി ഞങ്ങൾക്ക് ഇത് മരിച്ച ആരാണെന്നും അയാളുടെ വൈരാഗ്യമുള്ള ആരാണെന്നും അങ്ങനെ ഈ പ്രതിയിലേക്ക് എത്താനും, പിന്നെ ശാസ്ത്രീയമായി ദൃക്സാക്ഷികളില്ലാത്തതുകൊണ്ട് സംഭവ സ്ഥലത്തു നിന്നും സാഹചര്യങ്ങളിൽ നിന്നുണ്ടായിരുന്ന എല്ലാ വളരെ ശാസ്ത്രീയമായ തെളിവുകൾ, അതുപോലെ തന്നെ മൊബൈൽ ഡീറ്റെയിൽസ്, ഡോക്യുമെൻ്ററി എവിഡൻസുകൾ, ഇങ്ങനെയെല്ലാം കൂടെ മറ്റ് സാഹചര്യ തെളിവുകൾ ശേഖരിച്ച് ഒരു കുറ്റമറ്റ രീതിയിൽ കുറ്റപത്രം ബഹുമാനപ്പെട്ട കോടതി സമർപ്പിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിധി ഇപ്പോൾ ഉണ്ടായത്. അതിൽ വളരെ സന്തോഷം. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് സിറിൽ തോമസ് പാറപ്പുറം, അഡ്വക്കേറ്റ് ധനുഷ് ബാബു, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥ് S എന്നിവരാണ് ഹാജരായത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് KSRTC ബസ് സർവീസ് തുടങ്ങി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വൈകിട്ട് 5:15 പൊൻകുന്നത്ത് നിന്നും ആരംഭിക്കുന്ന സർവീസ് രാത്രി 10:55 പാലക്കാട്ടെത്തും. പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് പുതിയ KSRTC ബസ് സർവീസ് ആരംഭിച്ചു. വ്യാപാരികളുടെയും യാത്രക്കാരുടെയും നാളുകളായുള്ള ആവശ്യത്തെ തുടർന്നാണ് പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് KSRTC ബസ് സർവീസ് ആരംഭിച്ചത്. വൈകിട്ട് 5:15 പൊൻകുന്നത്ത് നിന്നും ആരംഭിച്ച് പാലാ, തൊടുപുഴ, മൂവാറ്റുപുഴ, അങ്കമാലി, തൃശൂർ വഴി പാലക്കാട് രാത്രി 10:55 ബസ് എത്തും. തിരികെ പാലക്കാട് നിന്നും പിറ്റേ ദിവസം രാവിലെ 6:45 സർവീസ് ആരംഭിക്കുകയും ഉച്ചയ്ക്ക് 1 മണിക്ക് പൊൻകുന്നത്തെത്തുകയും ചെയ്യും. പുതിയ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. ഇത്രയും കാലമായിട്ട് പാലക്കാട് മേഖലയിലേക്ക് സർവീസ്
ആരംഭിക്കാൻ കഴിഞ്ഞു. പാലക്കാട് മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, കോയമ്പത്തൂര് തൊട്ടടുത്ത പ്രദേശമാണ്. ഈ പ്രദേശത്തൊക്കെയുള്ള ഒരുപാട് വ്യാപാരി സുഹൃത്തുക്കൾ, അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾ, ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് കച്ചവട ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമൊക്കെ കോയമ്പത്തൂർ സൈഡിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കുന്ന ഈ സർവീസ്, ഇപ്പോൾ വൈകുന്നേരം ആരംഭിക്കുന്ന സർവീസ് ഏകദേശം 11 മണിയോടെ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ നാളെ രാവിലെ അവർ വീണ്ടും തിരികെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ 6:45 തിരികെ ഈ സർവീസ് പുനർത്തേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് അവരുടെ പകൽ സമയം നഷ്ടപ്പെടാതെ തന്നെ യാത്ര ചെയ്ത് അവർക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ സർവീസ് ഷെഡ്യൂൾ ചെയ്തത്. ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, ആന്റണി മാർട്ടിൻ, ഷാജി പാമ്പൂരി, മിനി സേതുനാഥ്, IS രാമചന്ദ്രൻ, ഷാക്കി സജീവ്, K എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ സമ്പാദ്യ പദ്ധതി നിക്ഷേപം സമ്പദ്ഘടനയുടെ ഷോക്ക് അബ്സോർബർ എന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കോട്ടയത്ത് ദേശീയ സമ്പാദ്യ വകുപ്പിന്റെ ജില്ലാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ സമ്പദ്യ വകുപ്പിന്റെ കോട്ടയം ജില്ലാ സംഗമം കോട്ടയത്ത് സഹകരണം, ദേവസ്വം, തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് കോട്ടം തട്ടാതെ സംരക്ഷിക്കുന്നത് ദേശീയ സമ്പാദ്യ പദ്ധതിയിലൂടെ സ്വരൂപിക്കുന്ന സമ്പത്താണെന്ന് മന്ത്രി പറഞ്ഞു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ഷോക്ക് അബ്സോർബർ പോലെയാണ് ദേശീയ സമ്പാദ്യ പദ്ധതിയിലെ നിക്ഷേപം പ്രവർത്തിക്കുന്നത്. സ്റ്റുഡന്റ് സേവിംഗ്സ് സ്കീം വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനൊപ്പം ദുശീലങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കാൻ സഹായിക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. സമ്പദ്ഘടന പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും ഘട്ടത്തിലെത്തുമ്പോൾ ദേശീയ സമ്പദ്ഘടനയെ തന്നെ സഹായിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരേടാണ് ദേശീയ സമ്പാദ്യ പദ്ധതി. ആ കട്ടറിൽ ചാടുന്ന പ്രതിസന്ധി വരുന്ന സമ്പദ്ഘടനയെ ഏറെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് എടുത്തു സൂചിപ്പിക്കുക. കോട്ടയം മാമൻ മാപ്പിള സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഡയറക്ടർ S മനു, അഡീഷണൽ ഡയറക്ടർ P അജിത് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ജ്യോതി ദാമോദരൻ, അസിസ്റ്റന്റ് ഡയറക്ടർ KJ ശോഭിച്ചൻ, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് KA സുനിമോൾ, കോട്ടയം ഡിവിഷൻ പോസ്റ്റ്റൂൾ സൂപ്രണ്ട് സ്വാതി റാണ എന്നിവർ പ്രസംഗിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മഹിളാ പ്രധാൻ ഏജന്റുമാരെയും SIS ഏജന്റുമാരെയും ചടങ്ങിൽ ആദരിച്ചു. സ്റ്റുഡന്റ് സേവിംഗ്സ് സ്കീം പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളുകൾക്കും നേതൃത്വം നൽകിയ DEO AEO ഓഫീസുകൾക്കും പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചാമമ്പതാൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം പ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചു. രാവിലെ നടന്ന ക്ഷേത്ര ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. കലിയുഗവർദ്ധനം ചാമമ്പതാലിന്റെ ദേശദേവനുമായ ശ്രീ ധർമ്മശാസ്താവിന്റെ ഉത്രം പ്രതിഷ്ഠാ മഹോത്സവം ഭക്തിപൂർവ്വം ആഘോഷിച്ചു. ഈ മാസം 4 തുടങ്ങിയ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഇന്ന് സമാപനമായി. വിവിധ പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടത്തിയ ശേഷം ഉത്രം നാളിൽ അഷ്ടബന്ധം ചാർത്തി ബ്രഹ്മകലശാഭിഷേകം നടത്തി. നിരവധി ഭക്തരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഉച്ചയ്ക്ക് മഹാപ്രസാദമൂട്ടുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. വിവിധ വെബ്സൈറ്റുകളിൽ പരീക്ഷാഫലം അറിയാം. കോട്ടയം ജില്ലയിലാകെ 18,705 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 9,179 ആൺകുട്ടികളും 9,526 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. CMI സഭയുടെ വിദ്യാഭ്യാസ വർഷാരംഭം മെയ് 11 ആരംഭിക്കും. ഒരു വർഷം വിദ്യാഭ്യാസ വർഷമായി ആചരിക്കും. CMI സഭയുടെ 194 സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് മെയ് 11 മുതൽ 2026 മെയ് 11 വരെ വിദ്യാഭ്യാസ വർഷമായി ആചരിക്കും. 1831 മെയ് 11 പാലക്കൽ തോമാ മൽപ്പാൻ, പോരുകര തോമാ മൽപ്പാൻ, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രഥമ ഏകദേശീയ സന്യാസ സമൂഹമായി CMI സഭ ആരംഭിച്ചത്. 2026 മെയ് 11 വരെ CMI സഭ ആചരിക്കുന്ന വിദ്യാഭ്യാസ വർഷം
വർഷം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കോതമംഗലം രൂപതയുടെ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും. CMI സഭയുടെ പ്രിയോർ ജനറൽ ഡോക്ടർ തോമസ് ചാത്തമ്പറമ്പിൽ, വിക്കർ ജനറൽ ഫാദർ ജോസി താമരശ്ശേരി, വിദ്യാഭ്യാസ ജനറൽ കൗൺസിലർ ഫാദർ മാർട്ടിൻ മള്ളാത്ത തുടങ്ങിയവർ സഹകാർമ്മികരാകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മാന്നാനം KE സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ മന്ത്രി VN വാസവൻ CMI സഭ വിദ്യാഭ്യാസ വർഷം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രമാണിച്ചുള്ള ഒരു 10 വർഷത്തെ ഒരുക്കങ്ങളാണ് നടക്കുന്നതിൽ ഈ വർഷം CMI ഇയർ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. മെയ് 11-ാം തീയതി ജെയിംസ് പറഞ്ഞ ഒരു വാഹന ജാഥ നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ഇതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതകൾ പറയുന്ന, അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസിന് എതിരായിട്ടുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് കൂടും. ചാവറപിതാവിൻ്റെ ജന്മസ്ഥാനമായിട്ടുള്ള കൈനഗരിയിൽ നിന്ന്, ജന്മഗൃഹത്തിൽ നിന്ന് കൊളുത്തിയ ആ ദീപം പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് ചാവറപിതാവ് ആദ്യമായിട്ട് സ്ഥാപിച്ച 1946 മാന്നാനത്ത് സ്ഥാപിച്ച സംസ്കൃത സ്കൂളിൻ്റെ അങ്കണത്തിൽ വെച്ച് അവിടെ ജ്വാലയായിട്ട് അതിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് തലേ ദിവസത്തെ വൈകിട്ടത്തെ പ്രോഗ്രാം ഉള്ളത്. മെയ് 10-ാം തീയതി വൈകുന്നേരം ചാവറയച്ചന്റെ ജന്മഗൃഹമായ ചാവറ ഭവനിൽ നിന്നും കത്തിച്ചുകൊണ്ടുവരുന്ന അക്ഷരജ്വാല 1846-ൽ ചാവറയച്ചൻ മാന്നാനത്ത് സ്ഥാപിച്ച സംസ്കൃത സ്കൂളിൽ സ്ഥാപിക്കും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ CMI വിദ്യാഭ്യാസ ജനറൽ കൗൺസിലർ ഫാദർ മാർട്ടിൻ മുള്ളത്ത്, മാന്നാനം KE സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, മാന്നാനം ആശ്രമ ദേവാലയം പ്രിയോർ ഫാദർ കുര്യൻ ചാലങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം കളക്ടറേറ്റിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തി. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി നടന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായാണ് കോട്ടയം കളക്ടറേറ്റിലും മോക്ക് ഡ്രിൽ നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് രാജ്യവ്യാപകമായി നടത്തിയ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി കോട്ടയം കളക്ടറേറ്റിൽ വ്യോമാക്രമണവും തുടർന്നുള്ള രക്ഷാപ്രവർത്തനവും സജ്ജമാക്കി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറനുകൾ സ്ഥാപിച്ചിട്ടുള്ള കോട്ടയം താലൂക്ക് ഓഫീസ് അടക്കമുള്ള 5 സ്ഥലങ്ങളിലും ജില്ലയിലെ നഗരസഭകളിലും സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ 4:30 വരെയുള്ള സമയത്താണ് മോക്ക് ഡ്രിൽ നടത്തിയത്. അഗ്നിരക്ഷാ സേന, പോലീസ്, ആരോഗ്യവകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് സേന, ആപ്തമിത്ര എന്നിവരുടെ പങ്കാളിത്തത്തോടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് കളക്ടറേറ്റിൽ മോക്ക് ഡ്രിൽ സജ്ജമാക്കിയത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി 9 പേരെയാണ് പുറത്തെത്തിച്ചത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ ആംബുലൻസിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ബാക്കിയുള്ളവർക്ക് തത്സമയം പ്രഥമ ശുശ്രൂഷ നൽകിയതും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. 57 സിവിൽ ഡിഫൻസ് ആപ്തമിത്ര സേനാംഗങ്ങളും 30 അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് മോക്ക് ഡ്രില്ലിന്റെ പങ്കാളികളായത്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത്, സബ് കളക്ടർ D രഞ്ജിത്ത്, DYSP KG അനീഷ്, ജില്ലാ ഫയർ ഓഫീസർ റെജി വി കുര്യാക്കോസ്, അഗ്നിരക്ഷാ സേന ചങ്ങനാശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനൂപ് രവീന്ദ്രൻ എന്നിവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. മോക്ക് ഡ്രില്ലിനെ സംബന്ധിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്ത് 244 കേന്ദ്രങ്ങളിലാണ് ഇന്ന് മോക്ക് ഡ്രിൽ അരങ്ങേറിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോട്ടയത്തും ഇന്ന് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇതിനു മുന്നോടിയായിട്ട് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ എന്നിവർ ഇന്നലെ തന്നെ കുറേയധികം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് കളക്ടറേറ്റിൽ തന്നെ ഈ മോക്ക് ഡ്രിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 9 പേരെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവേ നമുക്ക് പറഞ്ഞ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ഈ കോട്ടയം ജില്ലയിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് മോക്ക് ഡ്രിൽ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 55 രൂപ വർദ്ധിച്ച് 9,130 രൂപയായി. പവന് 73,040 രൂപ. ഇന്നലെ ഗ്രാമിന് 9,075 രൂപയും പവന് 72,620 രൂപയുമായിരുന്നു. 18 കാരറ്റ് സ്വർണത്തിന് 7,495 രൂപയാണ്. വെള്ളിവില 108 രൂപ. കോട്ടയം ലൈഫ് വാലി ഇന്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ അമാൻ പി മനോജ്, എലിസബത്ത് ഡെന്നീസ്, ശ്രീദേവി നമ്പൂതിരി എന്നിവർ മെയ് 10 യൂണിവേഴ്സിറ്റി ഓഫ് ദുബായിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിന്റെ 5ാമത്തെ എഡിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കോഡിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പ്രൊജക്ടുകൾ കുട്ടികൾ അവതരിപ്പിക്കും. ഞാൻ അവതരിപ്പിക്കുന്നത് ടെലികോം നെറ്റ്വർക്കിൽ ഏറ്റവും പുതിയതായി 5G നെറ്റ്വർക്കിൽ ഊർജ്ജോപയോഗവും ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളലും കൂടുതലാണ്. ഹരിതോർജ്ജവും നിർമ്മിത ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഇവ കുറയ്ക്കുന്നതിനും കാർബൺ ഫുട്പ്രിന്റ് കുറച്ച് അതിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യാം. ഈ സാങ്കേതിക വിഷയമാണ് വരുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. കവിയും ഗ്രന്ഥശാല പ്രവർത്തകനുമായിരുന്ന വി ബാലചന്ദ്രന്റെ സ്മരണാർത്ഥം പനമറ്റം ദേശീയ വായനശാല ഏർപ്പെടുത്തിയ 2025 പുരസ്കാരം ഡോക്ടർ എസ് ജയചന്ദ്രന് സമ്മാനിക്കും. 2000 മുതൽ കോട്ടയം മാത ആശുപത്രിയിലും 2022 മുതൽ കാരിത്താസ് ആശുപത്രിയിലും കൺസൾട്ടന്റ് പ്ലാസ്റ്റിക് ഹാൻഡ് ആൻഡ് മൈക്രോ സർജനായി സേവനം അനുഷ്ഠിച്ചു വരുന്നു. ക്യാഷ് അവാർഡും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് 11 രാവിലെ 11 മണിക്ക് പനമറ്റം ദേശീയ വായനശാലയിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ സമ്മാനിക്കും. പാലാ നഗരസഭയുടെ കീഴിലുള്ള വിവിധയിടങ്ങളിലെ ടോയ്ലറ്റുകൾ നോക്കികുത്തികളാകുന്നു. പലയിടങ്ങളിലും വെള്ളവും വെളിച്ചവുമില്ല. പാല നഗരസഭയുടേതായി പാല വലിയ പാലത്തിനടിയിലും പാല രാമപുരം റോഡിലും ടൗണിൽ ലാലം തോടിനോട് ചേർന്നുള്ള ടാക്സി സ്റ്റാൻഡിന് മുമ്പിലും സ്ഥാപിച്ചിരിക്കുന്ന പൊതു ശൗചാലയങ്ങൾ വെറുതെ കിടന്ന് നശിക്കുന്നു. ഇവിടെ വെള്ളമോ വൈദ്യുതിയോ ഇല്ല. ഏറ്റെടുക്കാൻ കരാറുകാരുമില്ല. ശൗചാലയങ്ങൾ ഇല്ലാത്തത് മൂലം നഗരത്തിലേക്ക് വരുന്ന വിവിധ യാത്രക്കാരും നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട്. പുലർച്ചെ ദൂരയാത്ര കഴിഞ്ഞ് പാല നഗരത്തിലേക്ക് എത്തുന്നവരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ടൗണിലെ വിവിധ ഇടങ്ങളിലെ നഗരസഭയുടെ ശുചിമുറികൾ തുടർന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്: കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വെച്ച് 100-ലധികം ഒഴിവുകളിലേക്ക് ഈ മാസം 9 രാവിലെ 10 മണിക്ക് തൊഴിൽമേള നടത്തും. ഫോൺ 048125634551. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലെ പുതിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തൊഴിലിനും വ്യക്തിപരമായ വളർച്ചയ്ക്കും ഏറ്റവും മികച്ച അവസരം ഒരുക്കുന്നതുമായ കോഴ്സുകൾ തികച്ചും സൗജന്യമായാണ് നടത്തുന്നത്. ഓരോ കോഴ്സിലേക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന 25 വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. GST അസിസ്റ്റന്റ്, ഫാം മിഷണറി ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപേക്ഷകൾ സ്കൂളിൽ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. വിശദ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 8593830200 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൊടുങ്ങൂർ മോതിരപ്പള്ളിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ മാസം 10, 11 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി പറമ്പൂരില്ലത്ത് നീലകണ്ഠൻ നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ഇടമുള മലയില ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ്. ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉച്ചയ്ക്ക് സർപ്പത്തിന് 100 പാലും മഹാപ്രസാദമൂട്ടും നടക്കും. രാത്രി 8:30യോടെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വലിയ ഗുരുതി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയത്ത് യുവാവിനെ കൊന്ന് കഷണങ്ങളാക്കി ഉപേക്ഷിച്ച കേസ് പ്രതികളായ ദമ്പതിമാർക്ക് ജീവപര്യന്തവും 5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജെ നാസർ. പൊൻകുന്നത്ത് നിന്നും പാലക്കാടിന് പുതിയ KSRTC ബസ് സർവീസ് തുടങ്ങി. വൈകിട്ട് 5:15 ആരംഭിച്ച് രാത്രി 10:55 പാലക്കാട് എത്തും. ഡോക്ടർ N ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേശീയ സമ്പാദ്യ പദ്ധതി നിക്ഷേപം സമ്പദ്ഘടനയുടെ ഷോക്ക് അബ്സോർബർ എന്ന് മന്ത്രി VN വാസവൻ. ദേശീയ സമ്പാദ്യ വകുപ്പിന്റെ ജില്ലാ സംഗമം കോട്ടയത്ത്. ചാമമ്പതാലിന്റെ ദേശദേവന് ഉത്രം പ്രതിഷ്ഠാ മഹോത്സവം, അഷ്ടബന്ധ സ്ഥാപനവും കലശാഭിഷേകവും ഭക്തിസാന്ദ്രം. അയ്യപ്പന്റെ അനുഗ്രഹം തേടി ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.